നമ്മുടെ ദാമ്പത്യം മനോഹരമാവാൻ നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ ഈ സമ്മാനം എപ്പോഴും കൂടെ കൂട്ടുക. ഹാപ്പി ആനിവേഴ്സറി. വിശ്വസിക്കോ? ഭാവമൊക്കെ ഡയലോഗ് അത്ര നാച്ചുറലാണ്. സുരഭിലം എന്നാക്കാം. അപ്പ നാച്ചുറലാണ്. ये तूने क्या किया नंबर? ഹലോ KKC എന്റർപ്രൈസസ് പറയൂ സാർ. ഡോ ഇത് വീണ്ടും പൊട്ടിപ്പോയി. അത് പൊട്ടിച്ചാ സാർ? അതൊരു പ്രസ് ഫിറ്റ് പരിപാടിയാണ്. ഞെക്കിയാ മതി. സാർ ശരിയായോ? ആ KKC എന്റർപ്രൈസസിലേക്ക് വിളിച്ചതിന് നന്ദി. മേ ഐ അസിസ്റ്റ് വിത്ത് യു സംതിങ് എൽസ് സാർ? അല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഫുൾ ടൈം ഇതുകൊണ്ട് നടക്കുമോ? അല്ല, നല്ല ട്രാക്ക് ചെയ്യാൻ പറ്റും. സാർ ടെക്നിക്കലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാനത് പരിഹരിച്ചു തരാം. അല്ലാതെ സാറിൻ്റെ ഭാര്യ ഇത് ഫുൾ ടൈം കൊടുക്കൊണ്ട് നടക്കോ, ഇതുമൂലം സാറിന് സാറിൻ്റെ ഭാര്യമേലുള്ള സംശയം ദുർനടപ്പ് അവസാനിക്കോ എന്നൊന്നും ഞാനോ എൻ്റെ ടീമോ ഓരോറൊപ്പം ഒരു കസ്റ്റമറിനും കൊടുക്കാറില്ല സാർ. ബൈ ദ ബൈ, സാറിൻ്റെ ഭാര്യ അത്ര സുന്ദരിയാണോ? അതെ, അധികം കളിച്ചാലേ ബ്രൗൺ ഷുഗർ കേസ് മേ അന്തർ ഡാലേ കാസാലേ. ജാമ്യം കിട്ടാത്ത വകുപ്പാക്കി പൂട്ടിക്കളയും ഞാൻ. KKC എന്റർപ്രൈസിലേക്ക് വിളിച്ചതിന് നന്ദി സാർ. ശുക്രിയ. ഈ സംശയരോഗം മാത്രമാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇത് പക്ക സൈക്കോ. മടുത്തെനിക്ക്. മിക്കവാറും ഞാൻ വല്ലവൻ്റെ കൂടി ഒളിച്ചോടി പോകും. നീ എന്തിനാ വല്ലവനും കൂടെ പോന്നെ? കൊച്ചിയിലേക്കല്ലേ പോണേ? അവിടെ നിന്റെ എക്സിരിപ്പില്ലേ? ബെസ്റ്റ്. ആ കാട്ടുകോഴി നിന്റെ പട്ടിക്ക് വേണം. അങ്ങനൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞത്. അവനെ മിസ് ചെയ്യുന്നു, ആ ലൈഫ് മിസ് ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു. ആ അതൊക്കെ ഒരു കാലം. വളരെ വൈബ്. നീ വന്നിട്ട് വേണം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഒരു മിനിറ്റ്. എന്താ? സ്ട്രെച്ചിങ് രാവിലെ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് വൈകുന്നേരം ഒന്ന്. ഇപ്പൊ ഓക്കെ. മനസ്സിലായി. ക്ലോസ് യുവർ ഐസ്. എന്തിന്? വേണ്ട. ഹാപ്പി ആനിവേഴ്സറി. ഓപ്പൺ. നമ്മുടെ ദാമ്പത്യം എന്താ? ഇത് ബാഗിൽ വെച്ചോ. നല്ലതാ, ബാഗിൽ തന്നെ വെക്കണം, അപ്പോഴാ നല്ലത്. യു നോ, ഫോർ അവർ പ്രോസ്പെരിറ്റി. ഞാൻ വെക്കണോ? വേണ്ട, ഞാൻ വെച്ചോളാം. പിന്നെ എന്തെങ്കിലും? പിന്നൊന്നുമില്ലല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ്. അല്ല, ആരാന്ന് നോക്കാൻ പറഞ്ഞു. ആര്? അവര് ആരാ? പത്താനേ. അതാരി? ഞാനാടാ പത്താനേ. നീയാണോ പത്താനേ? ഞാൻ തന്നെയാണ് പത്താനോ. ഇതാരാളത്? ഇയാളെന്റെ ലുങ്കിയാണ് കൊടുത്തേക്കണ്. ആ, ഇത് ഇവന്റെ അകന്നൊരു ബന്ധുവാ. പേര് മസ്താംബായി. അതേത് ബന്ധു? അതാരാ നിനക്ക്? ഞാൻ അറിഞ്ഞൂടാത്തൊരു ബന്ധു. ആരാ അത്? അത് സാറയുടെ പപ്പയാണെന്ന് പറഞ്ഞ് ഞാൻ ഈ കോഫി ഷോപ്പിൽ നിന്ന് ആള് മാറി വിളിച്ചിട്ട് വന്ന പുതിയ മെമ്പറാ. മെസ്സി ഫാനാ. എടാ, നിനക്കൊന്ന് വേറെ പണിയില്ലേ? ആ താഴെയുള്ള വേട്ടാവളയന്മാരെ പറഞ്ഞുവിടാൻ തന്നെ ഒന്ന് കഷ്ടപ്പാടാണ്. അപ്പോഴാണ് പുതിയ അഡ്മിഷൻ. മിസ്റ്റർ യേശുക്രിസ്തു, ഈ വർഷം ഞങ്ങൾ അഡ്മിഷൻ ഒന്നും പുതിയത് എടുക്കണില്ല. പോയിട്ട് അടുത്ത വർഷം വാ. ഓക്കെ? എടാ സാമേ, നീ എന്തോടെ കാണിക്കുന്നത്? പുള്ളിയുടെ സാധനം കിട്ടി കഴിഞ്ഞാൽ പോക്കോളൂല്ലേ? ഇനി അതല്ല, നിനക്ക് വല്ല പ്രശ്നം നീ അത് പറ. എല്ലാം കഴിഞ്ഞു പോയടാ എന്റെ ഓൺ സൈറ്റ് പ്ലാൻ. എടാ, അമേരിക്കയിലെ അമ്മാവൻ റിച്ച് ആണ്, സിംഗിൾ ആണ്, ബാച്ചിലർ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മസാല കയറ്റി അങ്ങ് തള്ളി മറിച്ച്. എന്നിട്ട് സാം, ഒരു വീഡിയോ കോൾ ആണെങ്കിലും കുഴപ്പമില്ല. സാമിന്റെ അമ്മാവനെ എനിക്കൊന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിന്റെ വാതിക്ക് വരെ എത്തിയിട്ട് തിരിച്ചു വരേണ്ടി ഒന്നുമില്ല. ഞാനാണെങ്കിൽ സങ്കടത്തിൽ റിസൈൻ ഇട്ടേരെ. അല്ല, എന്റെ സങ്കടം ഇവന്റെ ചാൻസ് മിസ്സായാലല്ല, ഈ നറുക്കൂടിയ സതീഷിന് കിട്ടുന്ന ആലോചിക്കുമ്പോഴാ. സതീഷ് മുടക്കണം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് അമ്മാവനെ. ഒരാളുണ്ട്.
അല്ല അതിപ്പോ ഞാൻ മിണ്ടരുത്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഫാൻസി ഡ്രഗ്സ് ഒക്കെ കളിച്ചോളാം. ദേ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, അവിടുന്ന് മുട്ടിഞ്ഞ് ഇംഗ്ലീഷ് ആയിരിക്കും വരാൻ പോകുന്നത്. യാ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓ കേട്ടാ? ഓ ഒന്ന് വെറുതെ ഇരിക്കടേ. സ്റ്റാർട്ട് ചെയ്യാം ചേട്ടേ. ആ. സ്റ്റാർട്ട്. ഹലോ സർ, ഹൗ ആർ യു ഡൂയിങ്? ഹൗ ഇസ് എവരിതിങ്? സഞ്ജീവിന് പറഞ്ഞ ജോയിൻ ചെയ്തൊരു ലേഡിയാണ്. ആള് വിചാരിച്ച ചിലപ്പോ ആ ലാപ്ടോപ്പ് ഒന്ന് അൺലോക്ക് ചെയ്യാൻ പറ്റും. Sir? Sir, can you hear me? Hi Gayatri, I'm doing pretty good, juggling the adventures of life. I bet you know very well how exciting the life of a serial entrepreneur is. ആ ഒരൊറ്റ കോളിൽ മസ്താമ്പായി ഇടിച്ചു കയറിയത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രമായിരുന്നില്ല, മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് കൂടിയായിരുന്നു. One moment, please. Yep. Bye. ANC ടീം കേരളത്തിൽ എത്തിയതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ ലുക്കിംഗ് ഫോർ വിക്ടർ. അത് റിസ്ക് ആണ്. ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഭാഗ്യം പിള്ളേരെ അവർ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ലാപ്ടോപ്പും പാസ്വേഡും പിന്നെ നോക്കാം. ഓക്കെ. ബൈ, മരുന്നെല്ലാം കിട്ടി. വാ പോവാം. നമ്മുടെ കൊച്ചനെ ആരാ തല്ലിച്ചതെന്ന് അവൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ? ഇല്ല. പേടിക്കാനൊന്നുമില്ല, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാന്നാ ഡോക്ടർ പറഞ്ഞ. ഡോക്ടർ വെറുതെ പറഞ്ഞായിരിക്കും. ഈ ഇരിപ്പ് കണ്ടിട്ട് അടുത്തങ്ങ് പുറത്തിറങ്ങുന്ന എനിക്ക് തോന്നല്ല. ഡാ പ്രേമ, ആ ബായിങ് എടുത്ത്. ഓ, നീ ആ കീ എന്നേ, ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ. കൂട്ടുകാരാ പോയിച്ചു വരാം. വെള്ളത്തിൽ കുളിക്കാൻ പാ. എല്ലാരും ഒന്ന് പുറത്തേക്ക് നിന്നേ, ഡോക്ടർ റൗണ്ട്സിന്റെ ടൈമാണേ. മസ്താൻ ഭായ് ഒന്ന് പുറത്തേക്ക് വന്നേ. അഖിലാപ്പോളിന് ജോലി ഉണ്ടേ അല്ലേ? ഈ പോള് അച്ഛനാണോ? എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും, ഒരു മടിയില്ല. വേണ്ടായിരുന്നു. ബൈ, അമ്മര് പോയേ? നീ വന്നാ? എവിടെയായിരുന്നു? ഞാനവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഹലോ സാറാ. ഹലോ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? സാറാ, ഞാൻ എത്ര തവണ വിളിച്ചു സാറാ? നീ ഓക്കെ അല്ലേ? വൈകിട്ട് 5 മണി. ലൊക്കേഷൻ ഞാൻ വാട്സാപ്പ് ചെയ്യാം. ഇവനെന്തോന്നും മിണ്ടാത്തെ? ഇപ്പോഴും പെയിൻ ഉണ്ടോ? ഏയ്, അവിടെ സീനാണോ? എന്ത് സീൻ? സാറാ, സാറാ ഐ ആം സോറി. എനിക്കറിയാം ഞാൻ ജീവ, ഇറ്റ്സ് ഓവർ. നാളെ കഴിഞ്ഞ എൻ്റെ കല്യാണം. ഇത് കൂടെ പറയാനാ വന്നേ. നിന്നെ ഒരു ത്രട്ടം ചെയ്തോ? അതിന് സമ്മതിച്ചില്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞോ? ഇത് നമുക്ക് സോർട്ട് ചെയ്യാം. ഞാനിതെന്ത് ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. നമ്മൾ അതൊരു ഡ്രീമായിരുന്നു. ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്. ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയൊക്കെ ചെയ്തത്? നമുക്ക് എങ്ങോട്ടേലും പോവാം, ബാംഗ്ലൂരോ വേറെ എവിടെയെങ്കിലും. നീ വാ പ്ലീസ്. എങ്ങോട്ട് പോവാനാ? അവർക്ക് എത്താൻ പറ്റാത്ത ഏത് സ്ഥലമാണ് ഉള്ളത്? നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. എൻ്റെ കയ്യിൽ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല. നിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ട്, ഉണ്ടാക്കാം. നീ എൻ്റെ കൂടെ നിന്നാ പ്ലീസ് മാത്രം. ജീവ, വെറുതെ എനിക്ക് ഹോപ്പ് വരല്ലേ. എന്നെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ തന്നെ നമ്മൾ എത്ര പേരുടെ സർവൈലൻസിലാണെന്നറിയോ?
കളി വേറെയാ മോനെ. അതാ ഞാൻ പറഞ്ഞു, ഇതൊന്നും നടപടിയാവൂല. It was a nice episode. Lot of beautiful memories. It was good while it lasted. Goodbye, Jiva. സെറാ, വെറുതെ ഒരു ഹോപ്പ് വരാൻ വേണ്ടി പറയല്ല, ഞാൻ വരും.